നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആൾക്ക് വേണ്ടി ജീവിക്കുക എന്നുള്ളത് ഒരു സുഖമുള്ള കാര്യമല്ലേ? ഈ ഒരാൾ മതി എൻ്റെ ലൈഫ് ബ്യൂട്ടിഫുൾ ആകാൻ. ഇന്ന് രാവിലെ എണീറ്റ് കുളിച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവന് വേണ്ടിയുള്ള ചോറ് തയ്യാറാക്കുക. ചോറിൻ്റെ കൂടെ ഒഴിച്ചു കറിയൊന്നും ഇവന് താല്പര്യമില്ല കേട്ടോ, എന്ന് വെച്ചാൽ ഉണ്ടാക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇവന് വേണ്ടി ചിക്കൻ ഫ്രൈയോ മീൻ ഫ്രൈയോ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ ആ കാര്യം അവിടെ കഴിഞ്ഞു. ഒരുപാട് കഴിക്കില്ലെങ്കിലും കുറച്ചൊക്കെ അവൻ കഴിക്കും. ഏറ്റവും വലിയ ടാസ്ക് തന്നെ അവനെ ഭക്ഷണം കഴിപ്പിക്കുന്നതാണ്. അതിനുവേണ്ടി എത്ര തലകുത്തി പറഞ്ഞാലും കാര്യമില്ല. ഞങ്ങൾ രണ്ടുപേരും കൂടി രാവിലെ തന്നെ ചെടിക്കൊക്കെ വെള്ളമൊഴിച്ചു. നോക്കുമ്പോൾ 2 വെണ്ടയ്ക്ക റെഡി ആയിട്ടുണ്ട്. ആള് വളരെ ചെറുതാണെങ്കിലും ഇന്നിവനെ സാമ്പാറിലിടാം. ചെറുതാണെങ്കിലും സ്വന്തമായി നട്ടുപിടിപ്പിച്ച ചെടിയിൽ നിന്നുള്ള ഒരു പച്ചക്കറി ആകുമ്പോൾ സന്തോഷം വേറെ തന്നെയല്ലേ. അപ്പോൾ നമുക്കൊരു സാമ്പാർ ഉണ്ടാക്കിയാലോ ഇന്ന്. എനിക്ക് രാവിലെ എണീച്ച് കുളിക്കുന്ന ശീലമൊന്നുമില്ല കേട്ടോ. പിന്നെ ഇന്ന് ചെറിയൊരു പ്രത്യേകതയുണ്ട്, ചെറിയൊരു വ്രതമുണ്ട്. എനിക്കല്ല, ഹസ്ബൻഡിനാണ്. അതിന് ഞാൻ വേണം രാവിലെ എണീറ്റ് കുളിച്ച് ഭക്ഷണം ഉണ്ടാക്കാൻ. എനിക്ക് പിന്നെ ആയിക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ചു. ഞാൻ ഈ ചോറ് കുക്കറിലാണ് വെക്കുക. പലർക്കും അതങ്ങനെ ശരിയാവുന്നില്ല എന്ന് പറയുന്നേക്കാം. പക്ഷെ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഒരുപാട് വെള്ളം ഒഴിക്കും, എന്നിട്ട് 3 വിസിലടുപ്പിക്കും. എന്നിട്ട് ആ എയർ പോകുന്നവരെ വെയിറ്റ് ചെയ്യും. പിന്നെ അപ്പോൾ തന്നെ അത് ചോറ് വാർത്ത് വെള്ളം ഊറ്റി റെഡിയാക്കും. അപ്പോൾ എനിക്ക് നല്ല ഫ്രഷായിട്ടുള്ള ഒട്ടി നിൽക്കാത്ത നല്ല ചോറ് കിട്ടും. ഇനി സാമ്പാർ, ഞങ്ങൾ 2 പേർക്കുള്ള കറി ആയതുകൊണ്ട് തന്നെ ഒരുപാട് സാമ്പാറിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ പരിപ്പ് എന്താ ചെയ്യാന്ന് വെച്ചാൽ തേങ്ങ വറക്കുന്നതിന് തൊട്ട് മുമ്പ് എണ്ണയിൽ പരിപ്പും കുറച്ച് ഉലുവയും പിന്നെ കുറച്ച് ഉഴുന്നും ഇടും. എന്നിട്ട് അതിലേക്ക് തേങ്ങയിട്ട് വഴറ്റുക. അപ്പോൾ സാമ്പാർ ഒരുപാട് ആവത്തുമില്ല, അതുകൊണ്ട് തന്നെ വേസ്റ്റും ഉണ്ടാകുന്നില്ല. പിന്നെ പണി കുറച്ച് എളുപ്പമാവുകയും ചെയ്യും. ഈ 2-3 തവണ കുക്കറിൽ വിസിലടുപ്പിക്കേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. ഈ ചട്ടി കണ്ടോ, ഇവനെ വെളുപ്പിക്കാൻ ഞാൻ ഒരുപാട് ട്രൈ ചെയ്തതാണ്. എന്നെക്കൊണ്ടാവുന്ന പലതും നോക്കി. ഇത് ക്ലീൻ ചെയ്യാനുള്ള എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം കേട്ടോ. നമ്മൾ ഈ സാമ്പാറിൻ്റെ അവസാന ഘട്ടത്തിലെത്തി കേട്ടോ. ഇതിലേക്ക് കുറച്ച് കായപ്പൊടി ഇടണം, സാമ്പാർ പൊടി ഇടുക, എന്നിട്ട് തേങ്ങ അരച്ചത് ഒഴിക്കുക, അതൊന്ന് തിളപ്പിക്കുക, അതിലേക്ക് വറവിടുക. അങ്ങനെ നമ്മുടെ ചോറും കറിയും റെഡിയായി. ഇനി ഈ പാത്രമൊക്കെ ഒന്ന് കഴുകി വെച്ച് ഈ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് സെറ്റാവണം. ഇനിയാണ് യഥാർത്ഥ അംഗം നടക്കാൻ പോകുന്നത്. ഇവനെ കൊണ്ട് വല്ലതും കഴിപ്പിക്കണം. അതൊരു 1.5 ടാസ്ക്കാണ് കേട്ടോ.